ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാത്രിയിലും നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ഇരിപ്പാനായിട്ട് ദൈവം തന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് നമ്മൾ പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ നിന്ന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചു നിർത്തിയതായ വിഷയം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ഓർമ്മ, അതായത് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ദൈവവചനം നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ആ പ്രാരംഭത്തിൽ ഓർത്തതുപോലെ നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും ദൈവം ദാനമായി തന്നു കഴിഞ്ഞു. ദൈവം തന്ന കാര്യങ്ങൾ നമ്മൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പലപ്പോഴും നമ്മൾ പരാജിതരായിരിക്കുന്നത് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നത് ദൈവം തന്നത് പ്രാപിച്ചുകൊണ്ട് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിലും ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവവചനം പഠിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവവചനം പഠിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ ആത്മീകമായി വളർന്ന് ക്രിസ്തു എന്ന തലയോളം വളരുക, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രതിരൂപങ്ങളായി തീരുക. നമ്മുടെ ഇടപാടുകളിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ നോട്ടങ്ങളിലും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കുവാനും യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാനും ഇടയായിത്തീരണം. അതിനാണല്ലോ ഈ ദൈവവചന പഠനം. അപ്പോൾ നാം ക്രിസ്തു എന്ന തലയോളം വളർന്ന് ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. കേവലം ഒരു ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ ക്ലാസ്സിൽ സംബന്ധിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമല്ല ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത്. നമ്മൾ ആത്മീകമായി വളർന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടിട്ട് ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാനാണ് ഈ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന ഇതിന്റെ 1-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും, കാരണം ഒരു ക്ലാസ്സും കൂടെ ഉള്ളൂ. എന്നാലും നമുക്ക് അതിന്റെ പ്രധാനമായ ഭാഗങ്ങൾ പഠിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ അതിന്റെ ഔട്ട്ലൈൻ മാത്രം തന്ന് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ കേൾവിക്കാര് തുടർന്ന് പഠിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ആ നിലയിൽ എന്നെയോ അല്ലെങ്കിൽ മറ്റു സഹോദരന്മാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയോ സമീപിച്ചാൽ അവർ അതിന്റെ തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കതിന്റെ 1-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു കൊള്ളട്ടെ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്ര. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. അപ്പൊ നമുക്കറിയാം, ഇതിന്റെ പശ്ചാത്തലമൊന്നും നമുക്ക് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ദൈവവചനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് പറയുകയാണ്. ദൈവവചനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് പറയുമ്പോൾ 2 കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് എഴുതപ്പെട്ട വചനവും, 2 ജഡം ധരിച്ച വചനവും. എഴുതപ്പെട്ട വചനത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മൾ സങ്കീർത്തനങ്ങളിൽ മുഴുവൻ എഴുതപ്പെട്ട ദൈവവചനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 19-7 മുതൽ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, എത്രമാത്രം വിലയേറിയതാണ് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും പ്രയോജനകരമായി തീരും എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിഷയമാണ്. രണ്ടാമത് ജഡം ധരിച്ചതായ വചനം, അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും നമുക്കത് കാണുവാൻ കഴിയും. അതുപോലെ എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
അതായത് പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം നമ്മോട് അരുളി ചെയ്തു എന്നുള്ളതാണ് എബ്രായ ലേഖനകാരൻ അവിടെ വിവരിക്കുന്നത്. അതുപോലെ കർത്താവായ യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയത് പത്രോസ് പറയുകയാണ്. പത്രോസിന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി. നമുക്കറിയാമല്ലോ, പത്രോസ് കർത്താവ് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അത് പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാടായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും പത്രോസ് ആ കാര്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. രണ്ടാമത് പത്രോസ് പറയുന്ന കാര്യം, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ട് അത്രേ എന്ന് പറയുന്നത് മറുരൂപ മലയിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ്. അവിടെ ഞങ്ങൾ എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന ആ ശിഷ്യഗണം, പത്രോസും യോഹനാനും യാക്കോബും, അവർ 3 പേരും ഉണ്ടായിരുന്നു. അവരെ കൂടെ ഉൾപ്പെടുത്തിയാണ് പത്രോസ് പറയുന്നത് ഞങ്ങൾ എന്നവിടെ പറയുന്നത്. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും പത്രോസിന്റെ 2-ാം ലേഖനം ഇവിടെ 1-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ എഴുതപ്പെട്ട വചനം നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ജഡം ധരിച്ച വചനമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പത്രോസ് പറയുന്നത്, ഇവിടെ പത്രോസ് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ദൈവവചനം എന്ന് പറയുന്നത് അത് കെട്ടുകഥകളല്ല. അത് ദൈവത്തിന്റെ വചനം ഒരു ചരിത്ര പുസ്തകമാണ് എന്നുള്ളത് പത്രോസ് അവിടെ വിവരിച്ച് പറയുകയാണ്. പത്രോസ് അത് പറയാനുള്ള കാരണം, പത്രോസ് അത് അത്രയും ശക്തമായിട്ട് പറയാനുള്ള കാരണം പത്രോസിനത് വെളിപ്പെട്ട് കിട്ടിയ വചനമാണ് എന്നുള്ളത് കൊണ്ടാണ് പത്രോസ് ആ കാര്യം അവിടെ അത്രയും വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് നിർമ്മിത കഥകളല്ല, അതൊരു ഊഹാപോഹങ്ങളല്ല, അത് മിത്തല്ല, അത് ചരിത്രപരമായ കാര്യമാണ് എന്നുള്ളത് ഇവിടെ പത്രോസ് സമർത്ഥിക്കുകയാണ്. തുടർന്ന് നമ്മൾ അതിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവവചനത്തിന്റെ അർത്ഥം എന്നുള്ളതാണ്. അതായത് നമ്മൾ അവിടെ വായിക്കുന്നത് ദൈവവചനത്തിന്റെ അർത്ഥം, അതായത് 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. പ്രവാചകവാക്യവും സ്ഥിരമായിട്ട് നമുക്കുണ്ട് എന്ന് പത്രോസ് പറയുകയാണ്. പ്രവാചകവാക്യവും സ്ഥിരമായിട്ട് നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ തുടർന്നുള്ള വാക്യങ്ങളിൽ പ്രവാചകവാക്യം സ്ഥിരമായിട്ട് നമുക്കുണ്ട് എന്ന് പത്രോസ് പറയുമ്പോൾ അത് സ്ഥിരമായ ദൈവത്തിന്റെ വചനം അത് സ്ഥിരമായതാണ് എന്നുള്ള കാര്യം പത്രോസ് പറയുകയാണ്. അത് ദൈവത്തിന്റെ വചനം സ്ഥിരമായ വചനമാണ് എന്നുള്ളത്, അത് നമ്മെ ഉറപ്പിക്കുന്ന വചനമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം, കൊരിന്ത്യരുടെ 2-ാം ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം, എബ്രായ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. നമുക്കറിയാം, അപ്പോസ്തലന്മാര് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച സമയങ്ങളിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അവർ പ്രസ്താവിച്ച സമയങ്ങളിൽ എഴുതപ്പെട്ട വചനം അന്ന് ആരുടെയും കരങ്ങളിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവർ പ്രസ്താവിച്ചതായ വചനം സത്യമാണ് എന്ന് തെളിയിച്ച് ആ സത്യവചനത്തെ ഉറപ്പിക്കുകയായിരുന്നു ദൈവം ചെയ്തിരുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പിന്നെ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു എന്നുള്ള കാര്യം പ്രവചിച്ച കാര്യം തന്നെയാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു വെളിപ്പാടല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. നമ്മളത് വായിക്കുന്നുണ്ട്. യശയ്യാപ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞ് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം അവന് നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പോൾ ആ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമ പ്രവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്തും അതുപോലെ
കർത്താവിന്റെ മറുരൂപമലയിലും അവിടെയും യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ആ ശക്തമായ വചനം അവിടെ നൽകുന്നതായിട്ട്, വചനത്താൽ അത് ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് പത്രോസ് പറയുന്ന വേറൊരു കാര്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ മഹാശക്തിയോടുകൂടെ കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകും എന്നുള്ളത് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അബൌട്ട് ദി ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രൈസ്റ്റ് ഈസ് ദി മോർണിംഗ് സ്റ്റാർ എന്നുള്ളതാണ്. ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 71-ാം അധ്യായം 78, 79 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഉദയനക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉദയനക്ഷത്രം, യേശു ക്രിസ്തു ഉദയനക്ഷത്രമാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലും യേശു ക്രിസ്തുവിനെ ഉദയനക്ഷത്രമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഉദയനക്ഷത്രമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഉദയനക്ഷത്രമാണ്. യേശുക്രിസ്തുവിനെ അംഗീകരിച്ചവർക്ക് യേശുക്രിസ്തു ഉദയനക്ഷത്രമായിട്ടാണ് വെളിപ്പെട്ടിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് റൈച്ചസ്നസ്, ഉദയ സൂര്യൻ എന്നുള്ളതാണ്. ഉദയസൂര്യൻ എന്ന് പറയുന്നത് സൂര്യൻ ദഹിപ്പിക്കുന്നതിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ന്യായവിധി നടത്തുന്നതിനെ കുറിച്ചാണ് അവിടെ ആ നിലയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ സംബന്ധിച്ച് യേശുക്രിസ്തു ഉദയ നക്ഷത്രവും യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഉദയസൂര്യനുമായിട്ട് വരുമെന്നുള്ളതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തുടർന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് യഹൂദന്മാർക്കും ജാതികൾക്കും പ്രകാശമായവനാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജാതികൾക്കും അതുപോലെ യഹൂദന്മാർക്കും യേശുക്രിസ്തു വെളിച്ചമായിട്ട് പ്രകാശമായിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്ന അല്ല എന്ന് ആദ്യം തന്നെ നാം അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പൊ ദൈവത്തിന്റെ വചനം, പ്രോഫസി എന്ന് പറയുന്നത് പ്രോഫസി വാസ് എവർ മേഡ് ബൈ ആൻ ആക്ട് ഓഫ് ഹ്യൂമൻ ബീയിങ്. അത് മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, അത് പരിപൂർണമായിട്ടും ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ ദാസന്മാര് ആത്മനിയോഗം പ്രാപിച്ച് എഴുതിയതാണ്, പറഞ്ഞതാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ പത്രോസ് രേഖപ്പെടുത്തുകയാണ്. അത് നമ്മളെ യെരമ്യാ പ്രവചനം 23-ാം അധ്യായം 16-ാം വാക്യത്തിലും എസെക്കിയേലിന്റെ പ്രവചനം 13-ാം അധ്യായം 22-23 വാക്യങ്ങൾ, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം, തിമോഥെയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ, ഇവിടെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം സത്യവചനമാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും അവിടെ പത്രോസ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ തുടർന്ന് അതിന്റെ അടുത്ത അധ്യായത്തിലേക്ക് പോവുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ 2-ാം അധ്യായം പ്രധാനമായിട്ടും പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, 2-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം വിശ്വാസികളുടെ പോരാട്ടവും ദുരുപദേഷ്ടാക്കന്മാരുടെ ആക്രമണവും, അതായത് ദ ക്രിസ്ത്യൻസ് വാർഫെയർ ആൻഡ് ദി അറ്റാക്ക് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ വിശ്വാസികളുടെ പോരാട്ടവും ദുരുപദേഷ്ടാക്കന്മാരുടെ ആക്രമണവും. നമുക്കറിയാം, നമ്മൾ ഈ പത്രോസിന്റെ 2-ാം ലേഖനം പഠിക്കുമ്പോൾ 2-ാം ലേഖനവും യൂദയുടെ ലേഖനവും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് യൂദയുടെ ലേഖനത്തിലും കാണുവാനായിട്ട് കഴിയും. അപ്പം അന്ന് ഈ അപ്പോസ്തലന്മാര് ജീവിച്ചിരുന്ന കാലഘട്ടത്തില് വളരെയധികം ആക്രമണം സഭയ്ക്കുണ്ടായിരുന്നു. വളരെ പ്രതികൂലങ്ങളിലൂടെയാണ്
സഭ കടന്നുപോയത് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ പലപ്പോഴും സഭ ആ, സഭ പുറമേ നിന്നുള്ള അതിന്റെ ആക്രമണത്തിൽ ശക്തിപ്പെട്ടിട്ടേ ഉള്ളൂ. സഭയെ സംബന്ധിച്ച് സഭയ്ക്ക് പുറമേ നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളിൽ ഒരിക്കലും സഭ ദുർബലപ്പെട്ടു പോയിട്ടില്ല. സഭ ശക്തി പ്രാപിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ അകത്തു നിന്നുള്ള ആക്രമണമാണ് പലപ്പോഴും സഭയെ മുറിപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ സഭ ശോഷിച്ചു പോകുവാനായിട്ട് കാര്യമായി തീർന്നിരിക്കുന്നത് പലപ്പോഴും സഭയുടെ അകത്തു നിന്നുള്ള പ്രതിസന്ധികളാണ്, പ്രശ്നങ്ങളാണ്. അതാണ് പത്രോസ് ഈ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തി പത്രോസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-ാം അധ്യായത്തിൽ പറയുന്നത്, കള്ളപ്രവാചകന്മാരിൽ നിന്നും ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്നുമാണ് സഭയ്ക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായത്. അത് സഭയ്ക്കകത്തും പുറത്തും ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നും അങ്ങനെ തന്നെയാണ്. സഭയുടെ പുറമേ നിന്നുള്ള പ്രശ്നങ്ങളെക്കാൾ സഭയെ ദുർബലപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ സഭയെ ആത്മീകമായി ക്ഷീണിപ്പിക്കുന്നത് സഭയുടെ അകത്തു നിന്നുള്ള പ്രശ്നമാണ്. അനേക സഭകളിൽ പ്രശ്നങ്ങൾ വളരെയധികം മൂർച്ഛിച്ചിരിക്കുന്നു. എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? സ്ഥാനത്തിന് വേണ്ടിയും അതുപോലെ അധികാരങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഇന്ന് അനേക സഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്നത് നിമിത്തം പലപ്പോഴും സഭകൾ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ സഭകൾ ശോഷിച്ചു പോകുന്ന അവസ്ഥ. ഇതിന്റെ 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എക്സാമ്പിൾ ഓഫ് ഫാൾസ് ടീച്ചേഴ്സ്. അവിടെ പത്രോസ് ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ കുറിച്ച് പറയുകയാണ്. അവരെക്കുറിച്ച് അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, ഈ ദുരുപദേഷ്ടാക്കന്മാരെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്. അവർ ചെയ്തത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കർത്താവിനെ അവർ നിരസിച്ചു. യേശുക്രിസ്തുവിനെ അവർ നിരസിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ദൈവം പ്രവർത്തിക്കുമ്പോഴൊക്കെയും പിശാചും പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എവിടെയൊക്കെ ദൈവത്തിന്റെ പ്രവർത്തനമുണ്ടോ അവിടെയൊക്കെയും പിശാചും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഉദാഹരണമായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ തന്നെ നാം എടുക്കുമ്പോൾ അനേകം ഉദാഹരണമുണ്ട്. മോശയെ സംബന്ധിച്ച്, മോശയെ ദൈവം മിസ്രൈമിലേക്ക് അയച്ചു. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ വടി നിലത്തിടുക എന്ന് പറഞ്ഞു. അപ്പോൾ മോശയുടെ വടി നിലത്തിട്ടപ്പോൾ അവിടെ മോശയുടെ വടി ഒരു സർപ്പമായി തീർന്നു. അവിടെ മോശയുടെ വടി സർപ്പമായി തീർന്നപ്പോൾ ഉടനെ തന്നെ എന്താണ്, മിസ്രൈമിലെ മന്ത്രവാദികളും അതുപോലെ തന്നെ ചെയ്യുവാനിടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തനത്തിന് എപ്പോഴും പിശാചായവൻ ഒരു കൗണ്ടർഫീറ്റ്, ഒരു എതിർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഭയോടുള്ള ബന്ധത്തിലും നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമ്മളത് കാണുന്നു. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് ആ കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ യഥാർത്ഥ പ്രവാചകന്മാർ ഉണ്ടായിരുന്നത് പോലെ, ഇസ്രായേലിൽ യഥാർത്ഥ പ്രവാചകന്മാർ ഉണ്ടായിരുന്നത് പോലെ കള്ളപ്രവാചകന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. അത് നമ്മള് യെരമ്യാ പ്രവചനം അതിന്റെ 5-ാം അധ്യായം 31-ാം വാക്യം വായിച്ചാൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന യെരമ്യാ പ്രവചനം 5-ാം അധ്യായം 31-ാം വാക്യം. അതുപോലെ തന്നെ 23-ാം അധ്യായം, യെരമ്യാ പ്രവചനം 23-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ വായിച്ചാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ കള്ളപ്രവാചകന്മാർ ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് എതിരായി പ്രവചിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രവചിക്കുന്ന കള്ളപ്രവാചകന്മാർ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ആദിമസഭയിൽ പൗലോസും പത്രോസും യഥാർത്ഥ ഉപദേഷ്ടാക്കന്മാരായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ പിശാചിന്റെ പ്രവൃത്തി ചെയ്യുന്ന ദുരുപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് പറയുന്നത്. കർത്താവിന്റെ യഥാർത്ഥ പ്രവാചകന്മാര്
പത്രോസ്, യാക്കോബ്, യോഹനാന്, അതുപോലെ പൗലോസൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ കള്ളപ്രവാചകന്മാര് സഭയിലേക്ക് നുഴഞ്ഞു കയറുവാനായിട്ട് വന്നു. എന്താണ് അവർ ചെയ്തത്? ഒന്നാമത് അവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, അവർ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. കർത്താവിനെ തള്ളിപ്പറയുന്നു. രണ്ട്, അവർ പാഷാണ്ഡതയും ദുരുപദേശവും കൊണ്ട് ജനത്തെ നശിപ്പിച്ചു കളയുകയാണ്. അവര് വാസ്തവത്തിൽ ജനത്തിന് യാതൊരു നന്മയല്ല ചെയ്യുന്നത്. പിന്നെന്താണ് ചെയ്യുന്നത്? അവര് ജനത്തെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് അവിടെ കാണുവാനായിട്ട് കഴിയും. They bring false teaching and heresy which destroy the source of men. മനുഷ്യനെ അവരുടെ തെറ്റായ ഉപദേശം കൊണ്ട് നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവണതയാണ് അവര് ഉപയോഗിച്ചിരുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന അനേക ആളുകൾ, മെനി പീപ്പിൾ ഫോളോ ദെയർ ഫോൾസ് ടീച്ചിങ്. അതെ, അന്നും അനേകര് ഈ തെറ്റായ പ്രവചനത്തെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ അനുകരിച്ചിരുന്നു. നമുക്കറിയാലോ, ഇന്നത്തെ കാലത്തും എത്രയോ തെറ്റായ ഉപദേശങ്ങളാണ് നമുക്ക് ചുറ്റുപാടുമുള്ളത്. ശരിയായ ഉപദേശമുണ്ട്, അതിന് എതിരായിട്ട് തെറ്റായ ഉപദേശമുണ്ട്. എന്നാൽ ആളുകൾ അധികം ആകർഷിക്കപ്പെടുന്നത് ഈ തെറ്റായ ഉപദേശങ്ങളിലേക്കാണ്. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൂടെ ഓർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ദൈവവചനത്തിൽ നിന്ന് അവരെ തെറ്റിച്ച് കളയുന്ന പ്രവണതയാണ് പിശാചിനുള്ളത്. അതാണ് ഈ ദുരുപദേഷ്ടാക്കന്മാരും ചെയ്തിരുന്നത്. നാലാമതായിട്ട് അവരെന്താ ചെയ്തത്? മൂന്നാമത്തെ കാര്യം, അവര് അനേകരെ തെറ്റിച്ചു കളഞ്ഞു. എന്നാൽ നാലാമത് നമ്മൾ കാണുന്നത് എന്താണ്? ദൈവം, ഗോഡ് ഈസ് റെഡി ടു ജഡ്ജ് ദം ആൻഡ് വിൽ ഡിസ്ട്രോയ് ദം സഡൻലി. ദൈവം അവരെ ന്യായം വിധിക്കുകയും അവരെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല. സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അസത്യം നിലനിൽക്കുകയില്ല. ഇന്ന് എവിടെ നോക്കിയാലും അസത്യമാണ് കാണുന്നത്. എന്നാൽ അസത്യം പരാജയപ്പെട്ടു പോകും, അസത്യം ഇല്ലാതെയാകും. ദൈവം അവരെ ന്യായം വിധിക്കും, സത്യം നിലനിൽക്കും. ഒരു ദേവദാസൻ പറഞ്ഞു, സത്യത്തെ ക്രൂശിക്കാൻ, സത്യത്തെ ക്രൂശിച്ച് കൊല്ലാനായിട്ട് സാധിക്കും. പക്ഷേ 3 ദിവസം കഴിയുമ്പോൾ സത്യം എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. സത്യത്തെ മറച്ചു വെക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് പത്രോസ് ആ കാര്യം പറയാണ്, ദൈവം അവരെ നശിപ്പിക്കുവാനായിട്ട് പോകുന്നു. ത്രൂ ഓൾ ടൈം there are false prophets. അവരെപ്പോഴും ഈ ദുരുപദേശം പറയുന്നതുകൊണ്ട്, ആയിരിക്കുന്നതുകൊണ്ട് ദൈവം അവരെ നശിപ്പിക്കുവാനായിട്ട് പോകുകയാണ്. അവര് എന്താണ് ചെയ്യുന്നത്? ഈ കള്ളപ്രവാചകന്മാർ എന്താണ് ചെയ്യുന്നത്? കള്ളപ്രവാചകന്മാർ ചെയ്യുന്ന കാര്യം ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, they always love to speak false than the truth. അവരെപ്പോഴും സത്യം പറയുന്നതിനേക്കാൾ അസത്യം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. യെരമ്യാ പ്രവചനം 6-ാം അധ്യായം 13-14 വാക്യങ്ങൾ, ഇശയ്ക്കേൽ പ്രവചനം 13-16 വാക്യം, ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ കള്ളപ്രവാചകന്മാരെന്ത് ചെയ്യുന്നു? സത്യം പറയാൻ അവര് ഒരിക്കലും മുമ്പോട്ട് വരുന്നില്ല. അവര് കള്ളസത്യം പറയുന്നവരാണ്. രണ്ടാമത്തെ കാര്യം, they make a profit for themselves. അവർക്ക് തന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കുക. അതാണ് പത്രോസ് ഇവിടെ പറയുന്നത്. അവര് ആദായം ഉണ്ടാക്കുകയാണ്. അവർക്ക് തന്നെ ആദായം ഉണ്ടാക്കുന്നു. യെരമ്യാ പ്രവചനം 6-ാം അധ്യായം 13-ാം വാക്യം, അതുപോലെ മീഖായുടെ പ്രവചനം 3-ാം അധ്യായം 11-ാം വാക്യം, തീത്തോസിന്റെ ലേഖനം 1:10-11, തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇവയൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അവർ ആദായ സൂത്രം ഉപയോഗിക്കുകയാണ്. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യരെ ഗുണപ്പെടുത്തുക എന്നുള്ളതല്ല, അവരുടെ കാര്യം നടത്തപ്പെടുക, ആദായം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദേ ലിവ് സീക്രട്ട് അൺഹോളി ലിവ്സ് എന്ന് പറഞ്ഞാൽ അവര് രഹസ്യമായി പാപം ചെയ്ത് ജീവിക്കുന്നവരാണ്. ഈ കള്ളപ്രവാചകന്മാരെ സംബന്ധിച്ച് അവർ രഹസ്യമായി പാപം ചെയ്ത് ജീവിക്കുന്നവരാണ്. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 7-ാം വാക്യം, അതുപോലെ യെരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 14-32 വാക്യങ്ങൾ. അവര് രഹസ്യമായി പാപം ചെയ്ത് ജീവിക്കുന്നവരാ. അവര് സത്യമില്ലാത്തവരാണ്. അവര് അശുദ്ധ ജീവിതം ജീവിക്കുന്നവരാണ്. ഇനി നാലാമത്തെ കാര്യം, they lead people away from God. അവർ ദൈവത്തിൽ നിന്ന്
ജനത്തെ അകറ്റിക്കളയുന്നു. അതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അവർ ദൈവത്തിലേക്ക് ഒരിക്കലും മനുഷ്യനെ അടുപ്പിക്കുന്നില്ല. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അവരെന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നു. നമ്മൾ ഈ വാക്യങ്ങൾ വായിച്ചാൽ അത് നമുക്കവിടെ വ്യക്തമായി കാണുവാൻ കഴിയും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യം, അതുപോലെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 5-ാം വാക്യം, 24-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29, 30 വാക്യങ്ങൾ. ഞാൻ ആ ഭാഗം വായിച്ച ഇതൊക്കെ ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിലും സമയത്തിന്റെ പരിമിതി മുഖാന്തരം എനിക്കത് വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് വിശദീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 29, 30 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ പോയ ശേഷം, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ഇത് സഭയ്ക്ക് പുറത്തുള്ള കാര്യമല്ല പൗലോസ് പറയുന്നത്. അവിടെ പൗലോസ് പറയുകയാണ്, ഈ ഞാൻ പോയ ശേഷം എന്ത് ചെയ്യും? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇത് സഭയ്ക്കുള്ളിലെ പ്രശ്നമായിട്ടാണ് പൗലോസ് അവിടെ പറയുന്നത്. 30-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. കണ്ടോ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സഭയ്ക്ക് പുറമേ ഉള്ള പ്രശ്നങ്ങൾ, പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ സഭയെ ശക്തിപ്പെടുത്തുകയുള്ളൂ. പക്ഷേ സഭയ്ക്ക് അകത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ് സഭയെ ദുർബലപ്പെടുത്തുന്നത്. ഇവിടെ നോക്കിക്കേ, ഈ ഭാഗം ഞാൻ വായിച്ചപ്പം ഇത് ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സഭയിൽ നിന്ന് തന്നെ ചിലര് ദുരുപദേഷ്ടാക്കന്മാരായിട്ട് എഴുന്നേൽക്കുകയാണ്, അല്ലെ? അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മള് എത്രമാത്രം നമ്മള് മനസ്സിലാക്കണം ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളായിരിക്കണം. സഭയിലെ പ്രത്യേകിച്ച് സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. കാരണം ഇങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേറ്റിട്ട് സഭയെ തെറ്റിച്ച് കളയുന്ന വിശ്വാസികളെ അല്ലെങ്കിൽ ശിഷ്യഗണത്തെ അവരുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോയി അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ ഉണ്ടാകുന്നത്. ആ കാര്യമാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ പത്രോസ് പറയുന്നത് എന്തിനാണ് പറയുന്നത്? നമുക്ക് മുന്നറിയിപ്പ്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാൻ വേണ്ടി, വിശ്വാസികൾ ഇവരുടെ ഈ തെറ്റായ ഉപദേശങ്ങളിൽ അകപ്പെടാതെ ജീവിക്കുവാൻ വേണ്ടി. ഇവരെ ദ്രവ്യാഗ്രഹം ആണ് ഇവരുടെ ഉദ്ദേശം. അവർ കൗശലവാക്ക് പറഞ്ഞ് ഇവരെ വാണിഭമാക്കുമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് അതിന്റെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ 6-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവർ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. കാരണം അവര് വ്യവസായം ചെയ്യും. അതാണ് അവരെ തെറ്റിച്ച് കളയുന്ന അവസ്ഥ. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ പത്രോസും പറയുന്നു, പൗലോസും പറയുന്നു. റോമാലേഖന 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ അനേക വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പത്രോസ് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഈ ദുരുപദേഷ്ടാക്കന്മാരെ സംബന്ധിച്ച് അവരുടെ ന്യായവിധി പൂർവകാലം മുതൽ തന്നെ ഉള്ളതാണ്. ദൈവം അവർക്ക് ആ ന്യായവിധി നിയമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പത്രോസ് ഓർമ്മിപ്പിക്കുകയാണ്. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. അവർക്ക് ന്യായവിധി വരും. ഒരു കാരണവശാലും അവര് ന്യായം വിധിക്കപ്പെടാതെ ഇരിക്കുകയില്ല. അവരുടെ നാശം ഉറങ്ങിയില്ല. അവര് നശിച്ചു പോകും. ദൈവം അവരെ ആ നിലയിൽ അവരെ എന്ത് ചെയ്യുന്നു? തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവര് അങ്ങനെയുള്ളവരാണ്. പിന്നെ അവരെ കുറിച്ച് പറയും 3-ാം വാക്യത്തിൽ, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭം ആക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നുമില്ല. ഇങ്ങനെ ഈ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന മനുഷ്യരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ കള്ളപ്രവാചകന്മാരെ സംബന്ധിച്ച്, ദുരുപദേഷ്ടാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ന്യായവിധി ഉണ്ടാകാതെ ഇരിക്കയില്ല എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് പത്രോസ് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന എക്സാമ്പിൾ ഓഫ് ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റ്.
ചരിത്രപരമായ ന്യായവിധിയുടെ ഉദാഹരണം. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ചരിത്രപരമായ ന്യായവിധിയുടെ ഉദാഹരണം. 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ന്യായവിധിയെയും വിടുതലിനെയും കുറിച്ച് പ്രകടമാക്കുവാൻ പല ഉദാഹരണങ്ങൾ പത്രോസ് നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയെയും വിടുതലിനെയും കുറിച്ച് പ്രകടമാക്കുവാൻ പല ഉദാഹരണങ്ങൾ ഇവിടെ പത്രോസ് നൽകുകയാണ്. അപ്പൊ അതിലെ ഒന്നാമത്തെ ഉദാഹരണം നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ. ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ദ ഫോളൻ ഏഞ്ചൽ എന്നുള്ളതാണ്. ഫോളൻ ഏഞ്ചൽ, അതായത് വീണുപോയ ദൂതന്മാരുടെ ഉദാഹരണമാണ് പത്രോസ് ഒന്നാമതായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് എന്തിനാണ് പത്രോസ് കാണിക്കുന്നത്? അവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു, അവർക്ക് ന്യായവിധി ഉണ്ട്, ദൈവം അവരെ ന്യായം വിധിക്കാതെ ഇരിക്കയില്ല എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് പത്രോസ് ആ കാര്യം ഇവിടെ പറയുന്നത്. ദ ഫോളൻ ഏഞ്ചൽ, നമുക്കറിയാം വീണുപോയ ദൂതന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും ഇശയ്ക്കേൽ പ്രവചനം 28-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും നാം വായിച്ചാൽ അവിടെ നമുക്ക് ഈ വീണുപോയ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. ദൂതൻ എങ്ങനെയാണ് സാത്താൻ വീണത്, ലൂസിഫർ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിലും 6-ാം അധ്യായം 12-ാം വാക്യത്തിലും അതുപോലെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ, 1 പത്രോസ് 5:8 ഇവിടെയൊക്കെ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടെ പിശാചിന്റെ പ്രവൃത്തി എന്താണ്, എങ്ങനെയാണ് അവനെ ദൈവം ന്യായം വിധിക്കുവാനായിട്ട് പോകുന്നത് എന്നിത്യാദി കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. അപ്പം പാപം ചെയ്ത ദൂതന്മാരെ നരകത്തിലാക്കി എന്ന് പത്രോസ് ഇവിടെ ഒരു പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയും. നരകത്തിലാക്കി എന്ന് മലയാളത്തിലില്ല, ഇംഗ്ലീഷിൽ അതില് ഹെൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നരകം എന്നല്ല അതിന് ഉപയോഗിച്ചിരിക്കുന്നത്, അന്ധതമസ്, അതായത് ടാർട്ടസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The word hell is derived from Tartarus, a Greek form for pits of darkness. അതായത് അന്ധതമസ്സുള്ളതായ അല്ലെങ്കിൽ ഇരുട്ടിന്റെ ഒരു മുറി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇരുട്ടിന്റെ ഒരു മുറിയിൽ, ഇന്ന് അന്ധകാരത്തിലാണ് ആക്കിയിരിക്കുന്നത്. നരകത്തിലേക്ക് പിശാചിനെ തള്ളിയിട്ടിട്ടില്ല, അത് തള്ളിയിടുവാനായിട്ട് പോകുന്നേ ഉള്ളൂ. ന്യായവിധി കാത്ത് അവര് കിടക്കുകയാണ് എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. രണ്ടാമത്തെ ദൃഷ്ടാന്തം പത്രോസ് പറയുന്നത് ഏൻഷ്യൻ വേൾഡ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 5-ാം വാക്യത്തിൽ, പുരാതന ലോകത്തെയും ആദരിക്കാതെ. പുരാതന ലോകം എന്ന് പറയുന്നത് പഴയ നിയമകാലത്തെ കുറിച്ചാണ്, പഴയ നിയമകാലം അല്ലെങ്കിൽ പഴയ കാലം എന്നുള്ളതിനെ കുറിച്ചാണ്. അത് നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ അത് ആ കാര്യമാണ് വിവരിച്ചിരിക്കുന്നത്. അതായത് അവരുടെ പാപനിമിത്തം ദൈവം ജലപ്രളയത്താൽ മനുഷ്യന്റെ അതിക്രമങ്ങൾ, മനുഷ്യനെ ദൈവം പാപമില്ലാത്തവനായിട്ട് സൃഷ്ടിച്ചെങ്കിലും മനുഷ്യന്റെ പാപവും അതിക്രമങ്ങളും വർദ്ധിച്ചു വന്നത് നിമിത്തം ദൈവം മനുഷ്യനെ ശിക്ഷിച്ച കാര്യമാണ് അവിടെ പഴയ പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും ചെയ്തു. അപ്പൊ രണ്ടാമത്തെ ദൃഷ്ടാന്തം അവിടെയാ പറയുന്നത്. ജലപ്രളയത്താൽ നോഹയെയും കുടുംബത്തെയും ഒഴികെ ബാക്കി എല്ലാവരെയും ദൈവം നശിപ്പിച്ചു എന്നുള്ള കാര്യം പത്രോസ് പറയുകയാണ്. മൂന്നാമത്തെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് സോദോം ഗോമോറയെ കുറിച്ച് പത്രോസ് അവിടെ പറയുന്നുണ്ട്. മൂന്നാമത്തെ ദൃഷ്ടാന്തം. ഇതെല്ലാം പത്രോസ് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് വിശ്വാസികൾക്കൊരു താക്കീതായിട്ട് പറയുകയാണ്. വിശ്വാസികൾ എത്രമാത്രം ഗൗരവമായി, എത്രമാത്രം ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തെ മനസ്സിലാക്കി ദുരുപദേഷ്ടാക്കന്മാരുടെ ഉപദേശത്താൽ ആകർഷിക്കപ്പെടാതെ സത്യവചനത്തെ പ്രസംഗിച്ചുകൊണ്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് പത്രോസ് ഈ കാര്യങ്ങൾ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സോദോം ഗോമോറ 6-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ
ഭസ്മീകരിച്ച് ഉന്മൂലനാശം ഉന്മൂലനാശത്തിൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും ചെയ്തു. അതെ, സോദോം ഗോമോരയുടെ കാര്യം നമുക്കറിയാം. ചാവുകടൽ എങ്ങനെ ഉണ്ടായി? അത് ഇന്നും ഒരു ദൃഷ്ടാന്തമായിട്ട് ഇരിക്കുകയല്ലേ? മനുഷ്യർക്ക് ഇന്നും അതൊരു ദൃഷ്ടാന്തമായിട്ട് ഇരിക്കുകയാണ്. ദൈവത്തിനെതിരെ പാപം ചെയ്തതിന്റെ അനന്തരഫലമായിട്ട് ദൈവം അവരെ എങ്ങനെ ശിക്ഷിച്ചു. ഈ കാര്യങ്ങൾ പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിലും യൂദയുടെ ലേഖനം 6-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയും. ഈ കാര്യം രണ്ടിടങ്ങളിലും ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് നമ്മൾ നോഹയെക്കുറിച്ച് പറയുന്നുണ്ട്. നോഹയ്ക്ക് പക്ഷെ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു കാര്യം അവിടെ എടുത്തു പറയുകയാണ്. എന്താണ്? നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു, ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അപ്പം ജനം എത്രമാത്രം വഷളായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലും വിശ്വാസികൾക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ മുമ്പാകെ നല്ല മനസ്സാക്ഷിയോടുകൂടെ ജീവിക്കുവാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ടും കൂടെ നോഹയെ കുറിച്ച് പറയുകയാണ്. നോഹയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദുഷ്ടതയും പാപവും വർദ്ധിച്ച കാലഘട്ടത്തിൽ നോഹ നീതിമാനായിട്ട് ജീവിച്ചു. പ്രിയമുള്ളവരെ, ഇതെന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഏറ്റവും വഷളായ ഒരു കാലമാണ്. നമ്മൾ ഓരോ ദിവസവും വളരെ ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ലോകം എത്രമാത്രം വഷളത്ത് നിറഞ്ഞിരിക്കുന്നു, പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ മധ്യത്തിലും ദൈവത്തിലുള്ള വിശ്വാസത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു വലിയ ആത്മീക പാഠമാണ് നോഹയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വിടുതലിനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ ഈ അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. അപ്പം അവിടെ ലോത്തിനെ വേറൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്. ലോത്തും ജീവിച്ചിരുന്ന ആ കാലഘട്ടം എത്രമാത്രം വഷളായ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അവിടെ ലോത്തിനെ കുറിച്ചും പറയുന്ന അവന്റെ ഹൃദയത്തിൽ അതൊക്കെ കണ്ടവൻ വേദനപ്പെട്ട് ജീവിച്ചു. അവിടെയും ദൈവം ലോത്തിനോട് എങ്ങനെയാണ് ദൈവം ഇടപെട്ടത് എന്നുള്ള കാര്യം അവിടെ പറയുകയാണ്. അപ്പൊ ഇവിടെ ഈ 3 ദൃഷ്ടാന്തങ്ങളിൽ കൂടെ, അതായത് ഈ ലോത്ത് ജീവിച്ച കാലം എന്ന് പറയുന്നത് ഏറ്റവും വഷളായ ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ ഒരു കാലഘട്ടമാണ് ഇന്നും നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിവരിക്കുവാനായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിച്ചാൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ ഈ ലോത്തിനെയും കുടുംബത്തെയും ഓർത്താണല്ലോ പിന്നെ അബ്രഹാം ദൈവദൂതന്റെ മുമ്പാകെ അവിടെ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ചോദിക്കുന്ന, ആ പട്ടണത്തിൽ 50 പേരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്ന. അപ്പം അങ്ങനെ വന്ന് 10 പേരിലേക്ക് എത്തി. 10 പേരുണ്ടെങ്കിലും ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ 10 പേര് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പട്ടണത്തെ നശിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതെല്ലാം ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കുകയാണ്. റോമാലേഖനം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ദൈവം അവരെ ഏത് നിലയിൽ ശിക്ഷിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇനി ദൈവത്തിന്റെ വിടുതലിനെ കുറിച്ചാണ് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം വിടുവിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് നോഹയും കുടുംബത്തെയും ദൈവം വിടുവിച്ചു. അതുപോലെ ലോത്തിനെ ദൈവം നീതിമാനായി കണ്ടു, അവനെ വിടുവിച്ചു. അപ്പൊ കർത്താവിന് തന്റെ ഭക്തന്മാരെ കഷ്ടതയിൽ നിന്ന്, പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാനും ഭക്തികെട്ടവരായി നടക്കുന്നവരുടെ നടുവിൽ നിന്ന് അവരെ വിടുവിക്കുവാനും കർത്താവിന് കഴിയും എന്നുള്ള കാര്യം ഇവിടെ പത്രോസ് പറയുകയാണ്. അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഡിവൈൻ ഡെലിവറൻസ് എക്സ്പ്ലെയിൻഡ്, അവിടെ എങ്ങനെ നമുക്ക് ദൈവം നമ്മെ സംരക്ഷിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഇനി അതിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്, ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചുള്ള വിവരണമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത് ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചുള്ള വിവരണം, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്.
അപ്പോസ്തലന്മാർ ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നതിന് വളരെയധികം ഊന്നൽ കൊടുത്തു എന്നുള്ളത് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ദുരുപദേഷ്ടാക്കന്മാർ ഈ നിലവാരത്തെ നിഷേധിക്കുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാർ എങ്ങനെ എത്രമാത്രം ദൈവഭയത്തോടുകൂടെ ദൈവത്തിന് മുമ്പാകെ ജീവിക്കുവാനായിട്ട് അവർ തങ്ങളെ തന്നെ സമർപ്പിച്ച് ആ നിലയിൽ ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ ദുരുപദേഷ്ടാക്കന്മാരെ സംബന്ധിച്ച് അവരതിന് വലിയ പ്രാധാന്യമൊന്നും നൽകിയില്ല. അവര് ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാർ എന്ന് സ്വയം അവരോധിച്ച് കപട നേതാക്കന്മാരായി പലപ്പോഴും ധാർമ്മികമായി അധപ്പതിച്ച നിലവാരം പുലർത്തുന്നവരായി. അതായിരുന്നു ഈ ദുരുപദേഷ്ടാക്കന്മാര് ചെയ്തിരുന്നത്. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഇവര് പുരോഗമനവാദികളായ മത നേതാക്കളിൽ ഭരണകൂടത്തെ തകിടം മറിക്കുവാൻ ശ്രമിക്കുന്ന പ്രസ്താവനകളുടെ മുൻനിരയിൽ സ്ഥാനം പിടിക്കുന്നു എന്നതും പ്രസ്താവ്യമാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരുടെ വാചാലത കൊണ്ട്, വാക്സാമർത്ഥ്യം കൊണ്ട് ജനത്തെ മരിച്ചു കളയുക. അതൊക്കെയാണ് ഈ ദുരുപദേഷ്ടാക്കന്മാർ ചെയ്തു വന്നിരുന്നത്. അതുപോലെ തന്നെ ആദരണീയരായിരുന്ന വ്യക്തികളെ ഹീനവാക്കുകളാൽ അധിക്ഷേപിച്ച് ജനങ്ങളെ ഞെട്ടിക്കുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തുന്നവരായിരുന്നു. അതാണ് ഇവിടെ മഹിമകളെ ദുഷിക്കുന്ന എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാക്കുവാൻ അറിയുന്നുവല്ലോ. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ ആദാർശ്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിക്കുവാൻ ശങ്കിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ മഹിമകൾ എന്ന് പറയുന്ന മഹൽ ശക്തികളെ അല്ലെങ്കിൽ മഹൽ വ്യക്തികളെ, ദൈവത്തിന്റെ ദാസന്മാരെ ദുഷിക്കുവാനായിട്ട് അവർ ശങ്കിക്കുന്നില്ല. എന്നാൽ ദൂതന്മാര് പോലും അത് അങ്ങനെ ദുഷിക്കുവാൻ അവര് മനസ്സ് വെച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ബലവും ശക്തി ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ, ദൈവഭയം ദൂതന്മാർക്കുണ്ട്. അവര് ദൂഷണവിധി ഒന്നും ഉച്ചരിക്കുന്നില്ല. അത് യൂദയുടെ ലേഖനത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അവിടെ യൂദയുടെ ലേഖനം 9-ാം വാക്യത്തിൽ അത് കാണുവാനായിട്ട് കഴിയും. അവര് അത് ദൂഷണവിധി ഒന്നും ഉച്ചരിക്കുന്നില്ല. അവർക്കതിന് ഭയമുണ്ട്. പക്ഷേ ഈ ദുരുപദേഷ്ടാക്കന്മാർക്ക് യാതൊരു ഭയവുമില്ല. അവർ ദൈവദാസന്മാരെ അല്ലെങ്കിൽ ഈ മഹത്വത്തിന്റെ സാക്ഷികളെ ദുഷിക്കുവാനായിട്ട് ശങ്കിക്കുന്നില്ല. ഇതൊക്കെ ഇന്നും വളരെ വ്യക്തമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ദൈവദാസന്മാരെ കുറിച്ചൊക്കെ പറയുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടും കേട്ടും വരുന്നതാണ്. അതൊക്കെ തെറ്റായ പ്രവണതകളാണ്. അതൊക്കെ പിശാചിന്റെ പ്രവർത്തനങ്ങളാണ് എന്നുള്ള കാര്യം ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ശുശ്രൂഷകന്മാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇവരുടെ ധാർഷ്ട്യത്തിന് ദൂതമണ്ഡലത്തിൽ പോലും സമാന്തരം കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല. ദൂതന്മാർ മനുഷ്യരെക്കാൾ അധികാരവും ശക്തിയും ഏറിയവരാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ മഹിമകൾക്കെതിരെ ദൂഷണവിധി ഉച്ചരിക്കുവാൻ അവര് മുതിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ദൂതന്മാരെ കുറിച്ചുള്ള ഈ പ്രതിവാദം നമുക്ക് യൂദയുടെ ലേഖനം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിന്റെ ഒരു വെളിച്ചത്തിലേക്ക് നടത്തുന്ന 12-ാം വാക്യം നമ്മൾ വായിക്കുന്നത് 12-ാം വാക്യത്തിൽ വിശ്വാസത്യാഗികളായ ഈ കപട ഉപദേഷ്ടാക്കന്മാർ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾക്ക് തുല്യരാണ്. എന്ന് പറഞ്ഞാൽ അവര് ഇവിടെ പത്രോസ് ആ കാര്യം അത് ജാതിയെ പിടിപെട്ട് നശിക്കുവാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കുകയാണ്. അപ്പൊ ഈ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചുള്ള ഒരു വലിയ വിവരണമാണ് ആ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നൽകിയിരിക്കുന്നത്. ഇന്ന് ഇങ്ങനെയുള്ള ആളുകളാണ് അധികവും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആരെയും അനുസരിക്കാത്ത, ഭയപ്പെടാത്ത, ദൈവഭയമില്ലാത്ത അവസ്ഥയിലേക്ക് യുവതലമുറ പോലും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യുവക്കന്മാര് ദൈവസഭയിൽ പോലും ദൈവഭയമില്ലാത്തവരായിട്ട് ആരെങ്കിലും അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാൽ അവരോട് എതിർത്ത് നിൽക്കുന്ന, അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത്. അത് ഒരിക്കലും ദൈവവചനത്തിന് യോഗ്യമല്ല എന്നുള്ള കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. 2 വാക്ക് അവിടെ പത്രോസ് പറയുന്ന കറയും കളങ്കവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറയും കളങ്കവും എന്ന് പറയുന്ന, കറ എന്ന് പറയുന്നത് എന്താണ്? അതിന് ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്
വെള്ള വസ്ത്രത്തിന്മേലുണ്ടാകുന്ന കറുത്ത പാടിനെയാണ് കറ എന്ന് പറയുന്നത്. ക്രിസ്തു നാമത്തിന് അപമാനവും അപവാദവും ഉണ്ടാക്കുന്നതാണ് കളങ്കം. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം പത്രോസ് ഇവിടെ പറയുകയാണ്. കറയും കളങ്കവും അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് തങ്ങളുടെ സ്നേഹസന്ധികളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. കറകൾ എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രത്തിന്മേൽ കാണുന്ന ആ കറുത്ത പാടുകൾ. രണ്ട്, കളങ്കം എന്ന് പറയുന്നത് ക്രിസ്തു നാമത്തിന് അപമാനവും അപവാദവും വരുത്തുന്ന ആ പ്രവണത. അങ്ങനെ ഈ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറയുന്ന ഭാഷ വളരെ ശക്തമായ ഭാഷയിലാണ് പത്രോസ് പറയുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ്, എന്താണ് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ആരാണ്? നമ്മളെ എന്തിനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്? നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നാം വിലയിരുത്തി ദൈവത്തിന് പ്രയോജനമുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്കിടയായിത്തീരണം. നമ്മൾ ഒരിക്കലും ദൈവവചനം സത്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുവാനുള്ള ആ കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അസത്യത്തിലേക്ക് നമ്മൾ നീങ്ങിപ്പോകരുത്. സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ആ സത്യത്തിൽ തന്നെ നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ ദൈവവചനം പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്കാം. അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ ജീവിതം ഒരിക്കലും ദൈവദാസന്മാർക്കോ ദൈവസഭയ്ക്കോ ഒരു പ്രയാസം വരുത്തുന്ന ആകാതിരിപ്പാൻ നമ്മെ തന്നെ സൂക്ഷിക്കാം. ആ നിലയിൽ ജീവിപ്പാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ എല്ലാവരെയും, നമ്മളെയും വ്യക്തികളായും നമ്മുടെ കുടുംബങ്ങളായും സഭയായും ആ നിലയിൽ ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായ ജീവിതം ജീവിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.